ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ മൈദ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, വാനില എസൻസ് എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതിന് ആവശ്യമുള്ള പഞ്ചസാര എടുക്കട്ടെ. മുട്ട ബിസ്ക്കറ്റിനാകുമ്പോൾ നല്ല മധുരം വേണമല്ലോ. ഇത്രയും പഞ്ചസാര ഞാൻ എടുത്തിട്ട് പൊടിക്കട്ടെ. ഇപ്പം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് മുട്ട എടുത്തിട്ട് ഇതിലുടച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ ആദ്യം പഞ്ചസാര പൊടിച്ച് കൊണ്ടുവന്നിട്ട് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ പഞ്ചസാര പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മുട്ട എടുത്തിട്ട് ഇതിലേക്ക് ഉടച്ചൊഴിക്കട്ടെ. ഒരു മുട്ടയാണ് കേസ് എടുക്കുന്നത്, അധികം മുട്ട എടുക്കുന്നില്ല, ഒറ്റയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് ഞാൻ. വാനില എസൻസ് ഒഴിച്ചു. അങ്ങനെ അങ്ങോട്ട് നോക്കട്ടെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. വാനില എസൻസും മുട്ടയും കൂടി നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ച് കൊടുക്കാം, ഒരുപാടൊന്നും വേണ്ട. ഇപ്പോൾ ഇളക്കാൻ വിചാരിച്ച ഗ്ലാസ്സിൽ ഒഴിക്കാൻ പറ്റില്ല, പൊടി ഇളന്ന് നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ഇതായിട്ട് ഒഴിക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ, അധികം ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കറിയാമല്ലോ എത്ര പൊടിയെന്നല്ല, അതിന് കണക്കായിട്ട് നമ്മൾ ഒഴിച്ചോളുക. എന്നിട്ട് അതും കൂടി മിക്സാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പഞ്ചസാര പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇടാം, അതും ചെയ്യും. ഇനി നമുക്ക് നമ്മളെ മൈദ അളന്നിട്ട് അതിട്ട് കൊടുക്കാം. ഇത്രയാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ള ഗൈസ്, ഇതാ. അപ്പോൾ അത് കുറേശ്ശെ എടുത്തിട്ട് ഞാൻ ഇത് മിക്സാക്കട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ലേശം. ഒരുപാട് വേണ്ട, കുറച്ച്. ഒരു കളറിന് വേണ്ടിയിട്ട്, ബിസ്ക്കറ്റിനൊരു കളറ് വേണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട് ഒരു ലേശം. മഞ്ഞളിൻ്റെ ചുവ പാടില്ല എന്നാണ് ഒരു ലേശം. അപ്പോൾ ബാക്കി പൊടിയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലും കുറച്ചും കൂടി ലൂസാവണം. നമുക്കിങ്ങനെ ഉറ്റിച്ചാൽ ഉറ്റി വീഴുന്ന തരത്തിലുള്ള ഇതാവണം. അപ്പോൾ ഒരു ലേശം ഒന്ന് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുക. കുറച്ച്, ഒരുപാട് വേണ്ട. ഒന്ന് നനച്ചിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കുക. അപ്പോൾ ഓക്കെ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പരന്ന പോലെയായിപ്പോവും. അതുകൊണ്ട് ഇത്രയും ലൂസ് മതി. അപ്പോൾ ഇത്രയും ലൂസിൽ നമുക്ക് എടുത്ത് ഇനി ഇതൊരു പാക്കറ്റിലേക്ക് ആക്കണം. നമുക്ക് ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മാറ്റണം. അപ്പം ഞാനതൊരു കവറിലേക്ക് മാറ്റട്ടെ ഗൈസ്, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാനൊരു കവർ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ചെറിയൊരു ദ്വാരം വെച്ചിട്ടുണ്ട്. ഇതാ കണ്ട, ഇതിലാണ് ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ഒഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇതിങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ ഒഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ അപ്പോൾ എല്ലാം ചോർന്ന് പോയ പോലെ ആയിപ്പോവില്ലേ. അപ്പോൾ ഒഴിച്ചതിൻ്റെ ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ പാക്കറ്റിലാക്കിയിട്ടുണ്ട്. ഇതിന് ചെറിയൊരു ദ്വാരം ഉണ്ടല്ലോ ഇടാ, അതെന്നിട്ട് പിഴിഞ്ഞ് എടുക്കുക ചെയ്യുക. ഇവിടെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് കത്തിച്ചിട്ട് ഈ തട്ടാണ് ഇവിടെ വെക്കുന്നത്. ഈ തട്ടിന് കാഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഈ തട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. നല്ലോണം ചൂടായതിൻ്റെ ശേഷം വേണം തട്ട് വെക്കാൻ. അപ്പോൾ ഇത് കാഞ്ഞിട്ടുണ്ട്. ഞാൻ തട്ടെടുത്തിട്ട് വെക്കുന്നുണ്ട്, ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ തട്ട് കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ബിസ്ക്കറ്റിൻ്റെ പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പിഴിഞ്ഞ് ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗൈസ് തട്ട് ഏകദേശം കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ബിസ്ക്കറ്റിൻ്റെ പാകത്തിന് പിഴിഞ്ഞിട്ട് ആക്കി കൊടുക്കാം. കുറേശ്ശെ ദൂരെയാക്കിയിട്ട് വേണം ഇത് പിഴിഞ്ഞാക്കാൻ. ഇല്ലെങ്കിൽ ഒന്നായിട്ട് പറ്റിപ്പോവും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ പിഴിഞ്ഞുറ്റിക്കട്ടെ എല്ലാം. അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെക്കുക, കുറച്ച് നേരത്തേക്കൊന്ന് വേവണത്. അപ്പം ഞാൻ ബിസ്ക്കറ്റിനെല്ലാം ഒന്ന് തിരിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ. ആയ കൂട്ടറ ഒന്ന് തിരിച്ചിടട്ടെ. എത്തിത്താടാൻ മാറി
വള കയ്യിലിട്ട വെണ്ണഴകേ എത്തിത്താടാൻ മാറിവില്ലാണു നീ. അപ്പോൾ എല്ലാം ഞാൻ മറിച്ചിട്ടിട്ട് വരുന്നു, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് വാങ്ങട്ടെ. അപ്പോൾ ഇനി അടുത്തത് ഒഴിക്കട്ടെ. അപ്പോൾ ആദ്യം തട്ടെല്ലാം തുടച്ച് എന്നിട്ട് ഇനി അടുത്ത് ആദ്യം ഒഴിച്ച് കൊടുക്കാം. രണ്ടാമത്തേലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അടച്ച് വെക്കാം. എന്നിട്ട് അതും ആവട്ടെ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. നല്ല അടിപൊളി ബിസ്ക്കറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഇതാ മുട്ട ബിസ്ക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ട ബിസ്ക്കറ്റാണ്. ഇതാ എല്ലാവരും കണ്ടല്ലോ, കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഉള്ളതാണ്. ഇതാ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. കണ്ട ഇതാ ഇതാ കണ്ട പൊട്ടിച്ചിട്ട് കറുമുറ് വച്ചുള്ളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.